അധ്യാപകരെ നമ്മുടെ സമൂഹം ദൈവത്തെ പോലെയാണ് കാണുന്നത്, വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന, നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളല്ലേ നമ്മുടെ യഥാർത്ഥ ദൈവങ്ങൾ. കാരണം ഈ വിദ്യാർത്ഥികൾ നമ്മുടെ മുമ്പിൽ വന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തീ പുകയില്ല. അപ്പോൾ നമുക്ക് അന്നം തരുന്നത് ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ്. അന്നം തരുന്നവൻ ആരാണോ അവരാണ് ദൈവം. ചിന്തിക്കുമ്പോൾ മറ്റെല്ലാ ജോലികളും അതിൻ്റെതായ ഒരു മേഖലയിൽ മാത്രമാണ് അത് ആയിരിക്കുന്നത്. പക്ഷെ ഒരു അധ്യാപക ജോലി എന്ന് പറയുമ്പോൾ അവർ സമൂഹത്തിലുള്ള വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്ന, സർവീസ് കൊടുക്കുന്ന ആളുകളെ വാർത്തെടുക്കുന്നു. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, പോലീസുകാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയക്കാർ, മന്ത്രിമാർ എന്ന് തുടങ്ങി വിവിധ മേഖലയിലുള്ള എല്ലാവരെയും വളർത്തിയെടുക്കുവാൻ അധ്യാപകർക്ക് വലിയൊരു പങ്കുണ്ട്. ഇവരെ ആയതുകൊണ്ടായിരിക്കാം സൃഷ്ടാവ് എന്ന അർത്ഥത്തിൽ ദൈവത്തിന്റെ ഒരു തുല്യസ്ഥാനം ദൈവികമായിട്ട് ഈ ജോലിയെ കാണുന്നു. പക്ഷേ എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ചെറിയ ജോലി എന്ന് നമ്മൾ കരുതുന്ന ജോലിയും വലിയ ജോലി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ജോലിയായാലും എല്ലാത്തിനും തുല്യമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. ഒരു ദൈവം എന്ന് പറയുന്ന ആ സ്ഥാനത്ത് ദൈവ സങ്കല്പത്തിനോട് ഒപ്പം നമ്മളെ കാണണമെങ്കിൽ നമ്മളും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ദൈവത്തെ പോലെയാണോ പെരുമാറുന്നത് എന്ന കാര്യം കൂടി അധ്യാപകർ ചിന്തിക്കണം. ഞാൻ രാജാവാണെന്നും ഞാൻ ദൈവമാണെന്നും അതുകൊണ്ട് എല്ലാവരും എന്നോട് വളരെ ബഹുമാനത്തിൽ തന്നെ പെരുമാറണം എന്നുള്ള രീതിയിലുള്ള, എന്റെ ആജ്ഞകൾ അനുസരിക്കണം എന്ന രീതിയിലുള്ള ആ പഴയ സങ്കല്പത്തിൽ നിന്നും അധ്യാപകർ ഇനിയും മുക്തി തേടേണ്ടതുണ്ട്. ഒരു ക്ലാസ് റൂമിൽ അധ്യാപകൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ക്ലാസ് അവസാനിക്കും വരെ ആ ക്ലാസ് ഒരു ഉത്സവ പ്രതീതിയായിരിക്കണം. കുട്ടികൾ കൗതുകത്തോടെ അധ്യാപകരുമായിട്ട് തർക്കിക്കുന്ന രീതിയിലുള്ള ഒരു പഠന സമ്പ്രദായമാണ് നമുക്ക് ആവശ്യം. അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അതേപടി പഠിച്ചു വരികയും ഹോംവർക്ക് എഴുതിപ്പിക്കുകയും അതിന് ശരിയായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ പ്രാകൃതമായ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം അധ്യാപകർ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ട്. ക്ലാസ് റൂമുകൾ തർക്കശാലകളായിട്ട് മാറുന്നു. അധ്യാപകൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലെ പോരായ്മകൾ എന്താണെന്നും ഇത് ശരിയാണോ എന്നുമുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കൂടി സംസാരിക്കാൻ കഴിയുന്ന, പങ്കെടുക്കാൻ കഴിയുന്ന, തർക്കമുണ്ടാക്കുന്ന, ഡിബേറ്റ് നടത്തുന്ന കേന്ദ്രങ്ങളായിട്ട് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലാസ് റൂമുകൾ മാറിക്കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എത്ര വലുതായിരിക്കും. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, താളിയോലകളിൽ നിന്നും ചാറ്റ് GPT വരെ നമ്മളുടെ കാലഘട്ടം മാറിയിട്ടും ഇപ്പോഴും നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ 80% പോകുന്നത് ആ പഴയ കാലത്തെ രീതികളാണ്. കുട്ടികളെ അടിച്ചു പഠിപ്പിച്ചാലേ ശരിയാകുള്ളൂ എന്നും ശകാരിച്ചാൽ മാത്രമേ കുട്ടികൾ പഠിക്കുകയുള്ളൂ എന്നും വിശ്വസിക്കുന്ന നല്ല ഒരു തലമുറ അധ്യാപകർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഹൈക്കോടതി വിധിയിൽ പറയുകയുണ്ടായി, അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുക്കുന്നത് തെറ്റായി കാണാൻ കഴിയില്ല എന്നുള്ളത് ആ ഒരു സങ്കല്പത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇപ്പോഴും ചിന്തിക്കുന്നത് കൊണ്ടാണ്. കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ശകാരിച്ചിട്ടല്ല, കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അവരെ തല്ലിയിട്ടല്ല, കുട്ടികളെ പഠിപ്പിക്കേണ്ടത് സ്നേഹിച്ച് അവരുടെ ഒപ്പം നിന്ന്, സുഹൃത്തായി നിന്ന്, ചർച്ചകളിലൂടെയാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത്. നമ്മൾ അധ്യാപകരാണ് എന്ന സ്ഥാനം കൊണ്ടായിരിക്കരുത് അവർ നമ്മൾ ബഹുമാനിക്കേണ്ടത്. നമ്മൾ അവരെ പഠിപ്പിച്ച് അതിൽ നിന്നും ഉണ്ടാകുന്ന റിസൾട്ട് കൊണ്ടായിരിക്കണം അവർ നമുക്ക് ബഹുമാനം നൽകേണ്ടത്. ക്ലാസ്സിൽ കുട്ടികൾ ശരിയായ സമയത്ത് വരുന്നില്ലെങ്കിൽ, ശരിയായ രീതിയിൽ അവൻ പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അത് വിദ്യാർത്ഥിയുടെ മാത്രം കുഴപ്പമാണ്. ഒരു അധ്യാപകന്റെ ക്ലാസ്സിൽ ഇന്ന് ഞാൻ മുടങ്ങില്ല എന്നും എനിക്ക് അസുഖമുണ്ടെങ്കിൽ പോലും ഞാൻ ആ ക്ലാസ്സിൽ പോയിരിക്കുമെന്ന് വിദ്യാർത്ഥിയെ കൊണ്ട് ചിന്തിപ്പിക്കാൻ എന്താണ് സാധിക്കാത്തത്? ആ അധ്യാപകന്റെ ക്ലാസ് കഴിയുമ്പോൾ അയ്യോ ക്ലാസ് കഴിഞ്ഞല്ലോ എന്ന നഷ്ടബോധം, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആ കുട്ടിയെ ക്ലാസ് റൂമിൽ പിടിച്ചിരുത്തുവാനും ആ ക്ലാസ്സിലേക്ക് വരുവാനുമുള്ള ആവേശം ഉണ്ടാക്കുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പോൾ ഒരു വിദ്യാർത്ഥി ക്ലാസ്സിൽ വരുന്നില്ലെങ്കിൽ, അവൻ അവന്റെ അസൈൻമെന്റുകൾ സമയത്ത് ചെയ്തു തീർക്കുന്നില്ലെങ്കിൽ, അത് എന്റെ അഭിപ്രായത്തിൽ 90% അത് ആ അധ്യാപകന്റെ കുറവായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ധാരാളം പോരായ്മകളുണ്ട്. കാരണം 10 വർഷം ഇംഗ്ലീഷ് പഠിച്ചിട്ടും ഇംഗ്ലീഷിൽ ഒരു വരി എഴുതുവാനോ ഇംഗ്ലീഷിൽ സംസാരിക്കുവാനോ കഴിയാത്ത രീതിയിലാണ് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ പറയും എല്ലാം പെർഫെക്റ്റ് ആണ് എന്നാണ് പറയുക. എല്ലാം പെർഫെക്റ്റ് അല്ല എന്നും നമുക്കും അവിടെ ധാരാളം നമ്മുടേതായ സംഭാവനകൾ നൽകുവാൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ അധ്യാപകർ എന്ന വ്യക്തിക്ക് ഒരു കുറവുകളുമില്ല, ഒരു പോരായ്മകളുമില്ല, ഒരു ലിമിറ്റേഷനുമില്ല. സർക്കാർ നിശ്ചയിക്കുന്ന പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എത്ര അധ്യാപകർ അപ്ഡേറ്റഡ് ആണ്? വളരെയധികം പേർ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നല്ലൊരു ശതമാനം ഇപ്പോഴും അതിന് ഒപ്പം ഓടാൻ തയ്യാറല്ല. പല അധ്യാപകരും തനിക്ക് ജോലി ലഭിക്കുവാൻ വേണ്ടി നടന്ന ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച പുസ്തകങ്ങളാണ് അവസാനം വായിച്ച പുസ്തകം എന്ന് ഏതോ ഒരു സാഹിത്യകാരൻ പറഞ്ഞതായി ഓർക്കുന്നു. പകരം അവർക്ക് കാലം വളരെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ വിദ്യാർത്ഥികളും വളരെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഒപ്പം ഓടണമെങ്കിൽ നമുക്ക് അവരെക്കാൾ സ്പീഡിൽ ഓടേണ്ടതായിട്ടുണ്ട്. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പഠിച്ചുകൊണ്ട് വളരെ സ്പീഡിൽ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും കാലാനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്ന, അറിവ് പകർന്നു നൽകാൻ കഴിയുന്ന അധ്യാപകരാകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ അധ്യാപകർക്കും സന്തോഷകരമായ അധ്യാപക ദിന ആശംസകൾ നേരുന്നു.